നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും. അതാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം അതാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ ചിത്രമുള്ളത് കൊണ്ട് ആ വേദിയിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ടുള്ള കൃഷി മന്ത്രി ചെയ്തിട്ടുള്ളത് ഭാരതമാതാവിനെ അപമാനിച്ചതിന് തുല്യമല്ലേ? എടാ പൊട്ട, ഈ ഭാരതാംബ എന്ന് പറഞ്ഞ സാധനം എപ്പോൾ ഉണ്ടായതെന്ന് എനിക്കറിയും. അത് 1980-കളിൽ ആണ് ഈ ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കുറച്ചൊന്നും കൂടെ ആൾക്കാർക്ക് ഒരു ഫീലിങ്സ് കൊടുക്കാൻ, നമ്മുടെ മാതാവാണ് നമ്മുടെ രാജ്യം, മാതൃരാജ്യമാണ്, ഇത്തരത്തിലുള്ള കുറേ ഫീലിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 1800-കളിൽ ഇങ്ങനൊരു ടോപ്പിക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1905 ഈ ഒരു ചിത്രം ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പറയുന്ന ഒരു ചിത്രമുണ്ട്. ഇപ്പം നിങ്ങൾ കാണിച്ച മറ്റേ ചിത്രമല്ല കേട്ടോ. ഈ ഭാരതാംബയുടെ ചിത്രം 1905 ആദ്യമായിട്ട് വരയ്ക്കുന്ന ഒരാളുണ്ട്. ആ വരയ്ക്കുന്നത് ബംഗാളി ചിത്രകാരനായിട്ടുള്ള അപരീന്ദ്രനാഥ് ടാഗോറാണ്. ഈ അപരീന്ദ്രനാഥ് ടാഗോർ എന്ന് പറഞ്ഞത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണോ തോന്നുന്നുണ്ട്. പുള്ളിയാണ് ആദ്യമായിട്ട് അതായത് പുള്ളി ബംഗാളി ആയതുകൊണ്ട് തന്നെ ബംഗ്ലാ മാത എന്നുള്ള രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുന്നത്. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ താഴത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ ഒരു കയ്യിൽ എന്താ പറയുക, ഒരു വെള്ളത്തൂവൽ, സമാധാനത്തിൻ്റെ വെള്ളത്തൂവലും, മറ്റൊരു കയ്യിൽ എന്താ പറയുക, ബുക്സ്, അന്നത്തെ ഇതാണ് ഉദ്ദേശിച്ചത്, താളിയോലകൾ, ബുക്സ്, മറ്റൊരിതിൽ രുദ്രാക്ഷം, മറ്റതിൽ കുറച്ച് നെൽക്കതിര്. ഇതായിരുന്നു ഭാരതാംബ. അതായത് ഭാരതാംബല്ല, ബംഗ്ലാ മാത എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് വരുന്നത്. ഈ ബംഗ്ലാ മാതയുടെ ഈ ഒരു ചിത്രം പിന്നെ അത് ഭാരതാംബ എന്നുള്ള പേരിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് സിസ്റ്റർ നിവേദിതയാണ്. സിസ്റ്റർ നിവേദിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് UK കാരിയായിരുന്നു. ഇന്ത്യയിലോട്ട് അവർ വരുന്നു. അവർ മാർഗരറ്റ് എലിസബത്ത് മാർഗരറ്റ് നോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അവർ ഇന്ത്യയിൽ വരുന്നു. അവർ ഈ ബംഗ്ലാ മാതേനെ നമ്മുടെ ഭാരത് മാത എന്നുള്ള പേര് കൊടുത്തിട്ട് അവരാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫോട്ടോ, അത് 1800-കളിൽ വന്നിട്ടുള്ള ഭാരത് മാതയ്ക്ക് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു രൂപം കൊടുക്കുന്നത് അവരുടെ ഫസ്റ്റ് ഇൻട്രഡക്ഷനിലായിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇതാണ് 1920 മുമ്പുള്ള ഭാരത് മാത എന്ന് പറയുന്നത്. പിന്നെ അത് എപ്പം RSSൻ്റെ ഭാരത് മാത, അതായത് പുലിപ്പുറത്ത് കയറിയിട്ട് നമ്മുടെ RSSൻ്റെ കാവി കോണകം കയ്യിൽ വെച്ചിട്ടുള്ള ഒരു ദുർഗാദേവിയുടെ രൂപം കൊടുക്കുന്ന ഭാരത് മാത ആക്കിയത് RSSൻ്റെ സവർക്കർ ആയിരുന്നു.